Hello guys, welcome back to Raees Vlogs. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നമ്മുടെ മിനിയേച്ചർ കളക്ഷൻസിന്റെ പാർട്ട് 4 ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ബജാജിന്റെ ഡോമിനർ എന്ന് പറയുന്ന ഒരു ബൈക്കിന്റെ മിനിയേച്ചർ ആണ് നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഡോമിനറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബജാജിന്റെ ഒരു സ്പോർട്ടി നേക്കഡ് സ്ട്രീറ്റ് ബൈക്കാണ് ഡോമിനർ എന്ന് പറയുന്നത്. അപ്പോൾ ഡോമിനറിനെ കുറിച്ച് എല്ലാവർക്കും അറിയുന്നുണ്ടാകും, അതുകൊണ്ട് തന്നെ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടി ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബജാജിൻ്റെ ഡോമിനർ എന്ന് പറയുന്ന ബൈക്കിൻ്റെ മിനിയേച്ചർ. അപ്പോൾ ആദ്യം തന്നെ വണ്ടി മൊത്തത്തിലൊന്ന് കാണിച്ചു തരാം. ഇതിലിങ്ങനെ നോക്കുന്ന സമയത്ത് മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് ഈ ഒരു വണ്ടിയുടെ കളർ തന്നെയാണ്. അതായത് ഒറിജിനൽ ഡൊമിനറിൽ വരുന്ന അതേ ഒരു കളർ തന്നെയാണ് നമ്മളിതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ചെറിയൊരു ഗ്ലേസിംഗ് ഉള്ള ഒരു ഗ്രീൻ കളറാണ് കൊടുത്തിട്ടുള്ളത്. ഇത് ഒറിജിനൽ വണ്ടിയിൽ നമുക്ക് കാണാൻ പറ്റും. അത് കറക്റ്റ് ഗ്രീൻ കളർ കൊടുത്തുകൊണ്ട് തന്നെ ഒറിജിനൽ ഡൊമിനറിൻ്റെ അതേ ഒരു ലുക്ക് വണ്ടിക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഹെഡ്ലൈറ്റ് നമുക്കറിയാം, ഡൊമിനറിൻ്റെ ഹെഡ്ലൈറ്റുകൾ പോലെ തന്നെ കുറേ ലെയറുകളായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ സൈഡിൽ രണ്ട് സൈഡിലുമായിട്ട് ഇൻഡിക്കേറ്റേഴ്സും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് മുമ്പിൽ പ്രധാനമായിട്ട് നമ്മൾ ഇതിലെടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു നമ്പർ പ്ലേറ്റ് പ്ലേസ് ചെയ്തിരിക്കുന്നതാണ്. അതായത് ഒറിജിനൽ ഡൊമിനറിലൊക്കെ അതേപോലെ തന്നെ ഇങ്ങനെ ഒരു കമ്പി കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ടാണ് ഇതിൻ്റെ നമ്പർ പ്ലേറ്റ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് ആ ഒരു മാസീവ് ഡിസ്ക് ബ്രേക്കും ടയറിൽ കാണാം. പിന്നെ ഇവിടെ കാലിപ്പർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സൈഡിലായിട്ട് ഇതിൻ്റെ ഒരു ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് ഒരു ചെറിയ ക്രാഷ് ഗാർഡും പിന്നെ ഇത് എൻജിൻ്റെ ഭാഗങ്ങളാണ്. പിന്നെ ആ ഒരു ഡൊമിനറിൽ കണ്ട അതേ ലുക്കിലുള്ള ഒരു സൈലൻസറും അതുപോലെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ റബ്ബർ ഉപയോഗിച്ചിട്ട് ചെയ്താണ്. പിന്നെ അതുപോലെ ഇവിടെ പില്ലണുള്ള ഫുഡ് റെസ്റ്റും കാണാം. ബാക്കിലൊരു ചെറിയൊരു ഡിസ്ക് ബ്രേക്ക് പോലെ ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്ക് സൈഡിൻ്റെ വ്യൂ നോക്കുകയാണെങ്കിൽ ഒരു നമ്പർ പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്, 2 ഇൻഡിക്കേറ്റേഴ്സ്. പിന്നെ ഈ ഒരു ടയർ ഇതൊക്കെ റബ്ബർ ഉപയോഗിച്ചിട്ട് തന്നെ ഉണ്ടാക്കിയതാണ്. പിന്നെ ഈ സൈഡിൽ ഇവിടെ ഒരു ക്രാഷ് ഗാർഡ്, അതുപോലെ എഞ്ചിൻ്റെ ഒരു സൈഡ്, ഇത്രയൊക്കെയാണ് വണ്ടിയിൽ മൊത്തത്തിലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു വണ്ടി ഉണ്ടാക്കിയുള്ളത് മൊത്തത്തിൽ പേപ്പർ ഉപയോഗിച്ചിട്ടാണ്. കംപ്ലീറ്റ് പേപ്പർ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയതാണ്. പിന്നെ അത് ഹാൻഡിൽ നോക്കുകയാണെങ്കിൽ ചെറിയ ബ്രേക്ക് ലിവർ, ക്ലച്ച് ലിവറും മീറ്ററൊക്കെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ളൊരു ഡോമിനറിൻ്റെ ഒരു മിനിയേച്ചർ, ഒരു ഡോമിനർ ലുക്കും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ വണ്ടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. ഡോമിനറിനെ പോലെ തന്നെ ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, പിന്നെ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റൊക്കെ വീഡിയോയിൽ വരുത്തേണ്ടതുണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ എന്തായാലും ഒരു വണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ നമ്മുടെ ബജാജിൻ്റെ ഡോമിനറിൻ്റെ മിനിയേച്ചറും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ്. അതുപോലെ നമ്മുടെ മിനിയേച്ചർ കളക്ഷൻസിൻ്റെ പാർട്ട് 1ഉം 2ഉം 3ഉം ഒന്നും കാണാത്തവരുണ്ടെങ്കിൽ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, പോയിട്ടൊന്ന് കണ്ടു നോക്കുക. എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കാനും മറക്കരുത്. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.